ജി ഐഗൺകെറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിനകത്ത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് കെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആൽഫ എന്ന് പറയുന്ന ഒരു കെറ്റ് വെച്ചിട്ട് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു കെറ്റ് സ്പേസ് കൺസിഡർ ചെയ്യും അല്ലേ. അപ്പം ആ കെറ്റ് സ്പേസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഒബ്സർവബിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ കെറ്റ്സ് ആയിരിക്കും നമ്മൾ ആ കെറ്റ് സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വിത്ത് ഐഗൺ കെറ്റ്സ് എ പ്രൈം. എ പ്രൈം എന്ന് പറയുന്ന ഐഗൺ കെറ്റ്സ്, അതായത് എ ആക്ടിങ് ഓൺ എ പ്രൈം വിൽ ഗീവ് us ഐഗൺ വാല്യൂ എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ കെറ്റ്സ് ആണ് നമ്മുടെ എ പ്രൈം എന്ന് പറയുന്നത്. ഈ ഐഗൺ കെറ്റ്സിനെ നമ്മൾ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കെറ്റ് സ്പേസ്, അതാണ് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിനകത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്പിൻ റിലേറ്റഡ് പ്രോബ്ലമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു സ്പിൻ റിലേറ്റഡ് പ്രോബ്ലമാണ് നമുക്ക് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എസ് സെഡ് എന്ന് പറയുന്ന സെഡ് കമ്പണൻ്റ് ഓഫ് സ്പിൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ എസ് സെഡിൻ്റെ ഐഗൺ കെറ്റ്സ് ആയിട്ട് നമുക്ക് വരിക രണ്ട് സ്റ്റേറ്റുകളാണ്. ഏതൊക്കെയാണ് രണ്ട് സ്റ്റേറ്റുകൾ? എസ് സെഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും അതുപോലെ എസ് സെഡ് മൈനസ് എന്ന് പറയുന്ന സ്റ്റേറ്റും. ഓക്കെ, സോ അങ്ങനെ ഒരു സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഐഗൺ കെറ്റ്സ് ആയിട്ട് ആരെ ചൂസ് ചെയ്യാം? പ്ലസ് മൈനസ് എന്ന് പറയുന്ന, അതായത് സ്പിൻ അപ്പ് അതുപോലെ സ്പിൻ ഡൗൺ, ഈ രണ്ട് സ്റ്റേറ്റുകളാണത്. സോ ഈ രണ്ട് സ്റ്റേറ്റുകളെ നമ്മുടെ ബേസിസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഏതൊരു ആർബിട്രറി കെറ്റിനെയും നമുക്ക് ഈ ബേസിസിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക? ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ആൽഫ ആസ് സമ്മേഷൻ ഓവർ എ ഡാഷ് സി എ ഡാഷ് ഇൻറ്റു കെറ്റ് എ ഡാഷ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ആളുടെ ഐഗൺ കെറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ബേസിസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് വി ഹാവ് സം അതർ ഒബ്സർവബിൾ ബി എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. സച്ച് ദാറ്റ് എ കോമ ബി ഈക്വൽ ടു 0. കമ്മ്യൂട്ടേറ്റർ എ കോമ ബി 0 ആണത്. അതായത് എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് എ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ബി മൈനസ് ബി എ ഈക്വൽ ടു 0 അല്ലേ. അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ മുകളിൽ ആദ്യം ബി ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എ ആക്ട് ചെയ്താലും ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ബി എ ആണ് ഇവിടെ അല്ലേ. എ ബി ഈക്വൽ ടു ബി എ ആണ്. സോ എ ആക്ട് ചെയ്ത് കഴിഞ്ഞ് ബി ആക്ട് ചെയ്താലും, അതല്ല ആദ്യം ബി ആക്ട് ചെയ്ത് കഴിഞ്ഞ് എ ആക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന ഒബ്സർവബിളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരു ഒബ്സർവബിൾ ബി നമുക്കുണ്ടെങ്കിൽ ദെൻ ദിസ് ഐഗൺ കെറ്റ്സ് ഓഫ് എ ആർ ഓൾസോ ഐഗൺ കെറ്റ്സ് ഓഫ് ബി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഐഗൺ കെറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആയിരിക്കും. ഓക്കെ, സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ്സ് ഓഫ് എ ആൻഡ് ബി. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആണ് നമ്മൾ എനർജി ഐഗൺ കെറ്റിലേക്ക് വരുന്നത്. അപ്പം എനർജി ഐഗൺ കെറ്റ് എന്ന് പറയുമ്പം നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ഐഗൺ കെറ്റ്സിനെയാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ വി ഹാവ് അവർ ഹാമിൽട്ടോണിയൻ എച്ച്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് വി ഹാവ് എ കോമ എച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അവർ ഹാമിൽട്ടോണിയൻ കമ്മ്യൂട്ട്സ് വിത്ത് എ. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദെൻ ദീസ് ഐഗൺ കെറ്റ്സ് ഓഫ് എയുടെ ഐഗൺ കെറ്റ്സ്, അതായത് ഈ ഒരു സംഭവങ്ങൾ അല്ലേ, ഐഗൺ കെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് ആർ ഐഗൺ കെറ്റ്സ് ഓഫ് എച്ച് ഓൾസോ. ഓക്കെ, ബിക്കോസ് എ ആൻഡ് എച്ച് കമ്മ്യൂട്ട്. സോ എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ
എയുടെ ഐഗൺ കെറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ചിൻ്റെയും ഐഗൺ കെറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ഐഗൺ കെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എനർജി ഐഗൺ കെറ്റ്സ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ കെറ്റ് സ്പേസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒബ്സർവബിളിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ കെറ്റ്സിനെയാണ് നമ്മൾ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് എ കോമ എച്ച് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് അവർ ഹാമിൽട്ടോണിയൻ കമ്മ്യൂട്ട്സ് വിത്ത് എ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആ ഐഗൺ കെറ്റ്സ് എന്ന് പറയുന്നത്, എയുടെ ഐഗൺ കെറ്റ്സ് എന്ന് പറയുന്നത് എച്ചിൻ്റെയും ഐഗൺ കെറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആ ഒരു കെറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ഐഗൺ കെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ആൾ ആക്ടിങ് ഓൺ എ പ്രൈം നമുക്ക് എന്താണ് കിട്ടുക? ഐഗൺ വാല്യൂ എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം എന്നാണ് അല്ലേ? അതേപോലെ നമ്മുടെ എച്ച് എന്ന് പറയുന്ന ആൾ ഈ ഒരു ഐഗൺ കെറ്റ്സിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം കെറ്റ് തന്നെ കിട്ടും അല്ലേ? കാരണം എയുടെ ഐഗൺ കെറ്റ്സ് എന്ന് പറയുന്നത് എച്ചിൻ്റെയും ഐഗൺ കെറ്റ്സ് ആണ്. അത് തന്നെ കിട്ടും വിത്ത് ആൻ ഐഗൺ വാല്യൂ ഇ എ പ്രൈം. അതായത് ഈ ഒരു സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഇ എ പ്രൈം ആയിരിക്കും അവിടുത്തെ ഐഗൺ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യുന്ന കേസസ് എല്ലാം ഹാമിൽട്ടോണിയൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം വരുന്ന കേസസ് ആണ് അല്ലേ? ഹാമിൽട്ടോണിയൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം വരുന്ന കേസസിൽ നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിൻ്റെ ഫോം എങ്ങനെയായിരുന്നു? ദിസ് ഇസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ഇൻറ്റു ടി മൈനസ് ടി നോട്ട് അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ ഫോം വന്നിരുന്നത് അല്ലേ? സോ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഇനീഷ്യൽ ടൈം ടി നോട്ട് എന്ന് പറയുന്നതിന് 0 ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു ഇക്വേഷൻ കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യൽ ടൈം 0 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ എന്തായിരിക്കും? യു ഓഫ് ടി കോമ ടി നോട്ട് ഇസ് ഈക്വൽ ടു, ഈ ടി നോട്ട് 0 ആണ്, ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ഇൻറ്റു ടി അല്ലേ? ഇതായിരിക്കും നമ്മുടെ ഓപ്പറേറ്റർ വരുന്നത്. അപ്പം ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നമ്മുടെ ഈ ഒരു എനർജി ഐഗൺ കെറ്റ്സ് ആയി വരുന്ന സമയത്ത് എങ്ങനെ വരും എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, സോ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ക്രോസ് ആണ് നമ്മുടെ ഓപ്പറേറ്റർ അല്ലേ? ഇയാളെ നമുക്ക് കംപ്ലീറ്റ്നെസ് റിലേഷൻ യൂസ് ചെയ്തിട്ട് സമ്മേഷൻ ഓവർ എ പ്രൈം സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം then exponential minus I h t by h cross into get a prime bra a prime. ഇങ്ങനെ എഴുതാമല്ലോ. ഇവിടെ നമ്മൾ രണ്ട് കംപ്ലീറ്റ്നെസ് റിലേഷൻസ് ഇൻസേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കറിയാം സമ്മേഷൻ ഓവർ എ ഡാഷ് കെറ്റ് എ ഡാഷ് ബ്രാ എ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ, നമ്മുടെ യു എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എ പ്രൈമിൻ്റെ മുകളിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? കെറ്റ് എ പ്രൈമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കറിയാം എച്ച് കെറ്റ് എ പ്രൈമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഇ എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം എന്നാണ് അല്ലേ? കാരണം ഈ എ പ്രൈം എന്ന് പറയുന്ന സ്റ്റേറ്റ് എനർജി ഐഗൺ കെറ്റ്സ് ആണ് അല്ലേ? സോ നമുക്ക് ഈ ഒരു സംഭവമുണ്ട്. അപ്പം നമുക്ക് ഇൻ ജനറൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പം നമുക്ക് എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ജനറലി ഇ പവർ എ ആക്ടിങ് ഓൺ കെറ്റ് എ പ്രൈം വിൽ ഗീവ് us ദ റിസൾട്ട് ഇ പവർ എ പ്രൈം കെറ്റ് എ പ്രൈം. ഓക്കെ, അപ്പം ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇയാളുടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്തായിരിക്കും ആ ആൻസർ വരിക? വി വിൽ ഹാവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് എച്ച് ടി ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ ഡാഷ് സമ്മേഷൻ ഓവർ എ ഡബിൾ ഡാഷ് കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം അതുപോലെ അവിടെ ഉണ്ടാവും. ഈ ഒരു ഓപ്പറേഷൻ
എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ക്രോസ് ആക്ടിങ് ഓൺ എ പ്രൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എച്ച് ആക്ടിങ് ഓൺ എ പ്രൈം നമുക്ക് എന്താ വാല്യൂ കിട്ടുക? ഈ എ പ്രൈം ആണ്. ഇവിടെ നമുക്ക് എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു റിസൾട്ടിൻ്റെ എക്സ്പൊണൻഷിയേഷൻ വരും എന്നേ ഉള്ളൂ. സോ ഇൻറ്റു കെറ്റ് എ പ്രൈം വരും, ബ്രാ എ പ്രൈം വരും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. എച്ച് ആക്ടിങ് ഓൺ എ പ്രൈം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇ റേസ് ടു എച്ച് ആക്ടിങ് ഓൺ എ പ്രൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഇ റേസ് ടു ഇ എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം. ഓക്കെ, ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് ഇതിനി ഓപ്പറേറ്റർ അല്ല അല്ലേ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫാക്ടർ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? സമ്മേഷൻ ഓവർ എ പ്രൈം എഴുതാം, സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കെറ്റ് എ ഡബിൾ പ്രൈം. ഞാൻ ഈ എക്സ്പൊണൻഷ്യലിന് ഇ റേസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്ന് എഴുതി, ഇയാളെ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, കാരണം ഇത് ജസ്റ്റ് ഒരു നമ്പർ പോലെയാണ്. ഇനി ഇത് ഓപ്പറേറ്റർ അല്ല, കാരണം ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? രണ്ട് ഡിഫറെൻറ്റ് ഐഗൺ സ്റ്റേറ്റിൻ്റെ സ്കേലാർ പ്രൊഡക്റ്റാണ് അല്ലേ, ഇന്നർ പ്രൊഡക്റ്റാണ്. നമുക്കറിയാം ഈ ഐഗൺ കെറ്റ്സിൻ്റെ കേസിൽ നമുക്ക് ഓർത്തോ നോർമൽ കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ബ്രാ എ ഡബിൾ പ്രൈം കെറ്റ് എ പ്രൈം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം ആണ് അല്ലേ. അതായത് എ പ്രൈമും എ ഡബിൾ പ്രൈമും സെയിം ആവുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ, ഈ ഒരു സംഭവത്തിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ, ആ വാല്യൂ 1 ആണ് വരുന്നത്. സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ എഴുതി കഴിയുമ്പം ഈ ഒരു സംഭവത്തിന്, അതായത് നമ്മുടെ ഈ ഒരു ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ക്രോസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോൺ വാനിഷിങ് ആവണമെന്നുണ്ടെങ്കിൽ എ പ്രൈമും എ ഡബിൾ പ്രൈമും ഈക്വൽ ആവണം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം കെറ്റ് എ പ്രൈം ഇ റേസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു ബ്രാ എ പ്രൈം എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 1 ആവും, എ പ്രൈം ഈക്വൽ ടു എ ഡബിൾ പ്രൈം ആവുന്ന സമയത്ത്. സോ നമുക്ക് ഇവിടെ ആകെ ഒരു സമ്മേഷനെ പിന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എനർജി ഐഗൺ കെറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റർ, ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ആൽഫ കോമ ടി നോട്ട് എടുക്കുകയാണ്. ഈ ടി നോട്ട് നമ്മൾ 0 ആയിട്ടാണ് ടൈം എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ ഡാഷ് സി എ ഡാഷ് കെറ്റ് എ ഡാഷ് എന്ന് എഴുതാം അല്ലേ. ഇനി ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റിനെ നമ്മൾ ആൽഫ ടി നോട്ട് ഈക്വൽ ടു 0 സെമിക്കോളൻ ടി വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഈ രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ ഇതിനെ നമുക്ക് ആക്ച്വലി ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് ആസ് യു ഓഫ് ടി കോമ ടി നോട്ട് ഈക്വൽ ടു 0 ആക്ടിങ് ഓൺ അവർ ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ ഇയാൾ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, ടി നോട്ട് ഈക്വൽ ടു 0. സോ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഓർ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ എച്ച് ബൈ എച്ച് ക്രോസ്
T acting on ket alpha T naught equal to 0. അല്ലേ? So this is equal to exponential minus I h by h cross into T acting on summation over A dash C A dash ket A dash. അല്ലേ? സോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററിനെ കൊണ്ട് ഇവിടെ ആക്ട് ചെയ്യിക്കണം അല്ലേ? ഇവിടെ നമുക്ക് ഇയാളെ സമ്മേഷൻ്റെ അകത്തേക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തായിരിക്കും വരിക? We will have this ket at later time alpha T naught equal to 0 semicolon T is equal to ഈ ഒരു ഓപ്പറേറ്റർ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യാണ് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ ഡാഷ് സി എ ഡാഷ് അതുപോലെ ഉണ്ടാവും. ഇയാൾ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം നമുക്കറിയാം. എ പ്രൈം എന്ന് പറയുന്നത് എനർജി ഐഗൺ കെറ്റാണ്. എനർജി ഐഗൺ കെറ്റ് എന്ന് പറയുമ്പം എച്ച് ആക്ടിങ് ഓൺ എ പ്രൈം വിൽ ഗീവ് അസ് ഇ എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ എച്ച് വരുന്നുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരിക? ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു കെറ്റ് എ പ്രൈം എന്ന് കിട്ടും. ഓക്കെ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആൽഫ ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു നമുക്ക് വന്നത്? സമ്മേഷൻ ഓവർ എ ഡാഷ് സി എ ഡാഷ് ഇൻറ്റു കെറ്റ് എ ഡാഷ് ആയിരുന്നു അല്ലേ? അപ്പം ആഫ്റ്റർ എ ടൈം ടി എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് സ്റ്റേറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഇങ്ങനെയാണ്. അതായത് സി എ പ്രൈം ഓഫ് ടി, ടി എന്ന് പറയുന്ന ലേറ്റർ ടൈമിലെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു സി എ പ്രൈം അറ്റ് ടി ഈക്വൽ ടു 0 ഇനീഷ്യൽ ടൈമിലുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ ടി ബൈ എച്ച് ക്രോസ്. ഇതാണ് നമ്മുടെ പുതിയ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോം വരിക അല്ലേ? സോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ മുകളിൽ നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം ലേറ്റർ ടൈം ടിയിലുള്ള നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. അതായത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിലുള്ള ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റർ ടൈമിലുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈമിലുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറാണ് വരുന്നത്. ഓക്കെ. നമുക്ക് ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് പറയാനുള്ളത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്, നമ്മുടെ ആൽഫ ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് വൺ ഓഫ് ദ എനർജി ഐഗൺ കെറ്റ് തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുക. അതായത് എ പ്രൈം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ലേറ്റർ ടൈമിലുള്ള സ്റ്റേറ്റ് ആൽഫ ടി നോട്ട് ഈക്വൽ ടു 0 സെമിക്കോളൻ ടി എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് ടി കോമ ടി നോട്ട് ഈക്വൽ ടു 0 ആക്ടിങ് ഓൺ എ പ്രൈം ആണ് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ എച്ച് ടി ബൈ എച്ച് ക്രോസ് ആക്ടിങ് ഓൺ കെറ്റ് എ പ്രൈം. ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ഓർ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് ക്രോസ് ആണ് ഇൻറ്റു എ പ്രൈം. സോ ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി ഐഗൺ സ്റ്റേറ്റ് തന്നെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റിന് ലേറ്റർ ടൈമിൽ മാറ്റമൊന്നും വരുന്നില്ല, സ്റ്റേറ്റ് സെയിം തന്നെ ആയിരിക്കും. അവിടെ ജസ്റ്റ് ഒരു ഫേസ് മോഡുലേഷൻ, ഈ ഒരു ഫാക്ടർ കൊണ്ടുള്ള ഒരു ഫേസ് മോഡുലേഷൻ മാത്രമേ അവിടെ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ. സോ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ എന്താണെന്നുള്ളത് നോക്കും. ആ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഒബ്സർവേഴ്സ്
അതിപ്പം ഒരെണ്ണം ആണെങ്കിൽ ആ ഒരെണ്ണത്തിൻ്റെ കേസാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. അതല്ല, നമുക്ക് ഏതൊക്കെ ഒബ്സർവേബിൾസ് ഈ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും എന്നുള്ളത് നോക്കുക. അങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഒബ്സർവേബിൾസ് ഏതൊക്കെയാണോ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു ഐഗൺ കെറ്റ് കണ്ടുപിടിക്കുക. ആ സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.